അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് ഇന്ന് മഗ്രിബോടുകൂടെ നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. അതിശ്രേഷ്ഠമായ റജബ്, ഷഅബാൻ, റമളാൻ ഈ 3 മാസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു തആല നമുക്കൊക്കെ എല്ലാവിധ തൗഫീഖും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റജബ് മാസവുമായി ബന്ധപ്പെട്ട് 8-10 കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്ന്, പൊതുവായി എല്ലാ മാസവും പുതുമാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മാസം കാണുന്ന സമയത്ത് അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാല ഖൈരി മുർഷിദ് പ്രത്യേകമായ ദിക്ർ സുന്നത്തുണ്ട്. അത് നമ്മളെല്ലാ മാസവും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ മാസവും പുതുമാസം കണ്ട വിവരം ലഭിച്ചാൽ സൂറത്തു തബാറക്ക, സൂറത്തുൽ മുൽക്ക് ഓതൽ പ്രത്യേകം സുന്നത്താണ്. ഇതൊന്നും റജബിലെ മാത്രം സുന്നത്തുകളല്ല, എപ്പോഴും സുന്നത്താണ്. അത് നമ്മൾ ഓരോരുത്തരും ആദ്യത്തെ ആ രാത്രി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഇസ്ലാമികമായി പുതുവർഷങ്ങളിലും പുതുമാസങ്ങളിലും പ്രത്യേകം ആശംസ നേരൽ സുന്നത്തുണ്ട് എന്ന് നമ്മുടെ ഫിഖ്ഹിൽ മസ്അലയുണ്ട്. അപ്പോൾ റജബ് മാസത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ റജബ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ മിൻകും എന്നോ അതുപോലെയുള്ള ആശംസാ വചനങ്ങൾ, ഇതൊക്കെ എല്ലാ മാസങ്ങളിലും സുന്നത്തുള്ള കാര്യമാണ്. അപ്പോൾ പൊതുവായി 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രത്യേകമായി മാസം കാണുമ്പോഴുള്ള ദിക്ർ, തബാറക്ക സൂറത്ത് ഓതൽ, പ്രത്യേകമായ ആശംസ, നമ്മുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുരുഷന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുസാഫഹത്ത് ചെയ്ത് ആശംസ പറയൽ സുന്നത്ത. ഇനി റജബുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 8-10 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഒന്ന്, പരിശുദ്ധമായ റജബ് മാസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത മുബാറക്കായ മാസമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാൻ നമ്മുടെ മിഷ്കാത്തിലൊക്കെ ഉണ്ട്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബുൻ, റജബ് പ്രവേശിച്ചാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഖൂലു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, പടച്ചോനെ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, പരിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെല്ലാവരെയും നീ എത്തിക്കണേ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത മാസം എന്ന നിലക്ക് പരിശുദ്ധമായ റജബ് വളരെയേറെ പവിത്രമായ മാസമാണ്. മറ്റൊന്ന്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തിൽ ധാരാളമായി നോമ്പനുഷ്ഠിക്കുകയും ഈ മാസത്തെ പ്രത്യേകം ആദരിക്കുകയും ചെയ്തിരുന്നു. ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഹൽക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഫി ഷഹരി റജബ്, പരിശുദ്ധ റജബിൽ അള്ളാഹിൻ്റെ റസൂൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നോ? മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ മുത്തബി സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബിയാണ്. ബഹുമാനപ്പെട്ടവരുടെ മറുപടി നഅം വയുഷരിഫുഹു, അതേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കാറുണ്ട്. ആ മാസത്തെ പ്രത്യേകം ഹബീബായ നബി തങ്ങൾ ആദരിക്കാറുമുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധമായ റജബ് മാസം നോമ്പ് സുന്നത്തുള്ള മാസമാണ്. നമ്മൾ പ്രത്യേകം ആദരവ് കൊടുക്കേണ്ട മാസമാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ പഴമക്കാരായ ആളുകളൊക്കെ റജബ്, ഷഅബാൻ, റമളാൻ ഈ 3 മാസങ്ങളും തുടർച്ചയായി 90 നോമ്പനുഷ്ഠിക്കുകയും പിന്നെ ഷവ്വാലിൽ 6 നോമ്പ്, അങ്ങനെ 96 നോമ്പനുഷ്ഠിക്കുന്ന ശീലമുള്ള വലിയ മഹത്തുക്കളായിരുന്നു നമ്മുടെ പൂർവികരൊക്കെ. ഇന്നും ഒരുപാട് ഉമ്മമാർ, ഒരുപാട് പ്രായമായ ആളുകളൊക്കെ അത് ചെയ്യുന്നത് കാണുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയ തൗഫീഖാണത്. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പിന് സുന്നത്തുള്ള മാസം മുഹറമാണ്. 2ാം സ്ഥാനത്തുള്ളത് പരിശുദ്ധമായ റജബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലുള്ള വെള്ളിയാഴ്ചകളും അതിലുള്ള വ്യാഴാഴ്ചകൾ, തിങ്കളാഴ്ചകൾ, അതുപോലെ തന്നെ അയ്യാമുൽ ബീദ് എല്ലാ മാസവും 13, 14, 15 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണല്ലോ. അങ്ങനെ അല്പസ്വല്പ ദിവസങ്ങളെങ്കിലും പരിശുദ്ധമായ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റൊരു കാര്യം, പരിശുദ്ധമായ
റജബ് മാസം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബുൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്, ശഅബാൻ എൻ്റെ മാസമാണ്, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പല മുഹദ്ദിസുകളും പറയുന്നുണ്ട്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട, റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ് പരിശുദ്ധമായ റജബ്. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ഒക്കെ വിറുതുകളിൽ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചത്, തൗബയുടെ വചനങ്ങൾ അവർ ചൊല്ലിയിരുന്നത് കാണാം. പരിശുദ്ധ റജബിൽ സ്വാലിഹീങ്ങളുടെ വിറുതിലുണ്ട്, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലൈഹി. പടച്ചോനെ, എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണേ, എൻ്റെ തൗബ സ്വീകരിക്കണേ, എന്നോട് നീ കരുണ കാണിക്കണേ എന്ന് സ്വാലിഹീങ്ങൾ ദുആ ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സ്വാലിഹീങ്ങളുടെ ഒരുപാട് വിറുതുകളുണ്ട്. റജബിലെ ഒന്നാമത്തെ 10 സ്വാലിഹീങ്ങളായ ആളുകൾ പ്രത്യേകമായി തസ്ബീഹ് ചൊല്ലിയിരുന്ന അവരുടെ പ്രത്യേകം തസ്ബീഹിൻ്റെ വചനങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹിൽ ഹയ്യിൽ ഖയ്യൂം ഒന്നാമത്തെ 10. രണ്ടാമത്തെ 10 അവർ പ്രത്യേകമായി സുബ്ഹാനൽ അഹദി സ്വമദ്. മൂന്നാമത്തെ 10 സുബ്ഹാനല്ലാഹി റഊഫ്. ഇതൊക്കെ സ്വാലിഹീങ്ങളുടെ വിറുതുകളിലുള്ളതാണ്. അപ്പോൾ പ്രത്യേകമായി ഈ മാസത്തിൽ ഇസ്തിഗ്ഫാറുകൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ തസ്ബീഹുകളൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാ ദിക്റുകളും വർദ്ധിപ്പിക്കാൻ ശ്രേഷ്ഠമായ മാസമാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ തൗബ ചെയ്യുകയും ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി മഹാനവറുകളുടെ ഒരു കവിതയുണ്ട്, ബയ്യിൽ സ്വഹീഫതക സൗദാ ഫീ റജബി ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. തെറ്റുകൾ ചെയ്ത് കറുത്തിരുണ്ടു പോയ നിൻ്റെ ഏടുകൾ പരിശുദ്ധമായ റജബ് മാസത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് നീ വെളുപ്പിച്ചെടുക്കണം. ഷഹ്റുൻ ഹറാമുൻ അതാ മിൻ ശുഹൂരിൻ ഹുറുമി ഇദാ ദഅല്ലാഹ ദാഇൻ ഫീഹി ലം യഖബി. പരിശുദ്ധമായ പവിത്രമായ 4 മാസങ്ങളിൽപ്പെട്ട പരിശുദ്ധമായ മാസമാണ് റജബ്. ഇദാ ദഅല്ലാഹ ദാഇൻ ഫീഹി ലം യഖബി. ഈ മാസത്തിൽ അള്ളാഹുവിലേക്ക് കൈയുയർത്തി ഒരാൾ ദുആ ചെയ്താൽ അവൻ നിരാശപ്പെടേണ്ടി വരില്ല, അള്ളാഹു അവൻ്റെ ദുആ സ്വീകരിക്കും. പ്രത്യേകിച്ച് ഇന്ന് മഗ്‌രിബോടുകൂടെ നമ്മൾ പ്രവേശിക്കുന്ന പരിശുദ്ധമായ റജബിലെ ആദ്യ രാവ്, മഹാനായ നമ്മുടെ നേതാവ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളൊക്കെ വഫാത്തായ ആ രാവ്, ദുആഇന് ഇജാബത്തുള്ള 5 രാവുകളിൽ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ആദ്യത്തെ രാത്രി. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ദുആഇന് ഇജാബത്തുള്ള 15 രാവുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് തൻ്റെ ഇഹ്യയിൽ. അതിലും അവ്വലു ലൈലത്തിൻ മിൻ റജബ് ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് മഗ്‌രിബോടുകൂടെ പരിശുദ്ധമായ റജബിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ റജബിൻ്റെ ഒന്നാമത്തെ രാത്രി ദുആഇന് പ്രത്യേകം ഇജാബത്തുള്ള രാത്രിയാണ്. ഇനിയും ശ്രേഷ്ഠമായ രാവുകൾ വരുന്നുണ്ട്, ലൈലത്തുൽ ഇസ്റാ വൽ മിഅ്റാജ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒന്നാമത്തെ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ഈ മാസത്തിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റജബ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ സൂഫിയാക്കളൊക്കെ പറഞ്ഞത് ആത്മീയമായി വിത്തറക്കേണ്ട മാസമാണ് റജബ്, നനയ്ക്കേണ്ട മാസമാണ് ഷഅബാൻ, നമ്മുടെ വിളവുകൾ കൊയ്തെടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ. വിത്തറക്കാത്തവന് കൊയ്തെടുക്കാൻ കഴിയൂല. അതുകൊണ്ട് റമളാൻ ഫലവത്താവണമെങ്കിൽ റജബ് മുതലേ ശ്രദ്ധിച്ചു വരണം എന്ന് മഹാന്മാരുടെ വസിയത്തുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3 മാസങ്ങളും തെറ്റുകൾ ചെയ്ത നമുക്കൊരവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്ന ഈ അവസരം, നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കാനുള്ള അവസരം, അള്ളാഹു അത് ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തിൽ ഉണർത്തേണ്ട മറ്റൊരു കാര്യം, പരിശുദ്ധമായ പവിത്രമായ മാസങ്ങളിൽ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമുള്ളതുപോലെ തിന്മകൾക്ക് അതികഠിനമായ ശിക്ഷയുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. പരിശുദ്ധമായ ഖുർആൻ ഇത് പ്രത്യേകം പറയുന്നുണ്ട്. സൂറത്തു തൗബയിൽ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി വമാ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. പവിത്രമായ 4 മാസങ്ങൾ
12 മാസങ്ങളിലുണ്ട്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും. ആ പവിത്രമായ മാസങ്ങളിൽ നിങ്ങളാരും സ്വന്തത്തോട് അക്രമങ്ങൾ കാണിക്കരുത്, തെറ്റുകൾ ജീവിതത്തിൽ ചെയ്യരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഒരു സമയത്തും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒരു സമയത്തും നമുക്ക് തെറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ പവിത്രമായ 4 മാസങ്ങളിൽ ളുൽമ്, സ്വന്തത്തോടുള്ള അക്രമം, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നത്, ഹറാമുകൾ ചെയ്യുന്നത് അള്ളാഹു അതികഠിനമായി വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ വന്നാൽ അതികഠിനമായി ശിക്ഷ ലഭിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബടക്കുള്ള ശ്രേഷ്ഠമായ മാസങ്ങൾ എന്ന ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അള്ളാഹു തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകൾ ഒരുപാട് വർദ്ധിപ്പിക്കാനും അങ്ങനെ നാളെ മഹ്ശറിൽ നമ്മുടെ മീസാന് നന്മകൾ കൊണ്ട് ഭാരമുള്ളതാക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല പുറത്തിരട്ടെ. പരിശുദ്ധമായ റജബിലും ഷഅബാനിലും ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തതുപോലെ അള്ളാഹു നമുക്കെല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. പുണ്യമായ റമളാനിലേക്ക് അള്ളാഹു നമ്മുടെ ആയുസ്സ് നീട്ടിത്തരട്ടെ. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെയുള്ള പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പാരത്രിക ജീവിതം ധന്യമാക്കി കൊടുക്കട്ടെ. അവരെ നമ്മയൊക്കെ അള്ളാഹു സ്വർഗ്ഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.